മെക്സവന്റെ ക്യാപ്റ്റനും ഫൗണ്ടറുമായ സലാഹുദ്ദീൻ സാർ തന്നെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ അതിൽ പിന്നെ വേറെ ഇനി അതിൽ അപ്പീലില്ലല്ലോ. അതാണ് ഈ വീഡിയോ എല്ലാവരും കാണണമെന്ന് പറയുന്നത്. മലപ്പുറം മെക്സവൻ സോൺ 3 ചീഫ് ട്രെയിനർ മാനുവിൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഞാൻ പല സ്ഥലങ്ങളിലും പിന്നെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇത് മൊത്തത്തിൽ പിന്നെ വീട്ടിൽ നിന്ന് ചെയ്യാം, സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ വീഡിയോസ് ഉണ്ടോ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ ഈ വീഡിയോ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് മാക്സിമം ചെയ്യുന്നുണ്ടാവും, ഈ എക്സസൈസ് 21 ഐറ്റംസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് ഒന്ന് നമ്മൾ ഫൗണ്ടർ സലാഹുദ്ദീൻ സാറെ എങ്ങനെയാണോ ചെയ്യണത് അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റം വരുത്താനൊക്കെ പറ്റും. ഈ വീഡിയോ ഒരു പ്രാവശ്യങ്ങളും ഈ വീഡിയോ കണ്ട് പിന്നെ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ഫലമായിരിക്കും. അതായത് സലാഹുദ്ദീൻ സാറിന്റെ മുന്നിൽ പോയിട്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. സലാഹുദ്ദീൻ സാറ് മുമ്പ് നിന്നുകാണ്ട് ഓരോരുത്തർക്കും സലാഹുദ്ദീൻ സാർ മുമ്പ് നിന്നുകാണ്ട് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ആണ് ഇതുള്ളത്. അപ്പൊ അതേ രീതിയിൽ തന്നെ ചെയ്യാം, ഗുണം എല്ലാവർക്കും കിട്ടും പ്രതീക്ഷിക്കാം അല്ലേ? ചെയ്യണത് വൃത്തിയിൽ നല്ല പൊസിഷൻ കറക്റ്റാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് 10 ചെയ്യണം എന്നല്ല, 1 ചെയ്യാൻ കഴിയുകയാണെങ്കിൽ 1 ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് എവരിബഡി. സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എത്തിച്ചേർന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും, അതേപോലെ തന്നെ ലീഡേഴ്സ് ഷറഫുണ്ട്, സമീറുണ്ട്, തുറക്കുന്ന അഷ്റഫ്, കുഞ്ഞാപ്പു, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ, എല്ലാ മെമ്പേഴ്സിനും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജമ്പിങ് ജാക്സ് ചെയ്യുന്ന സമയത്ത് മടമ്പ് ഹീൽ ഒരിക്കൽ പോലും താഴെ ടച്ച് ചെയ്യാൻ പാടില്ല. മടമ്പ് ഒരിക്കൽ പോലും ടച്ച് ചെയ്യാൻ പാടില്ല. പൂർണ്ണമായിട്ടും ബോഡിയുടെ വെയിറ്റ് കാലിൻ്റെ വിരലിൻ്റെ മുകളിൽ മാത്രമാണ് വെയിറ്റ് എടുക്കേണ്ടത്. ഹീൽ ഒരിക്കൽ പോലും ടച്ച് ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഹീൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് പെയിൻ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരിക്കൽ പോലും ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോഴും ടോ ജമ്പ് ചെയ്യുമ്പോഴും ഹീല് മടമ്പ് താഴെ ടച്ച് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമത്, ആർക്കെങ്കിലും മുട്ടിന് പ്രയാസം ഉണ്ടെങ്കിൽ, മുട്ടിന് വേദന ഉണ്ട്, അല്ലെങ്കിൽ മുട്ടുവേദന ഉണ്ട്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, തേയ്മാനുണ്ട്, അങ്ങനെ എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ ജമ്പിങ് ജാക്സ് ചെയ്യാൻ പാടില്ല. ജമ്പിങ് ജാക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടുവേദന കൂടും അത്ര ആളുകൾക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യുക? കൈകൾ ഉയർത്തുക, താഴ്ത്തുക, പൂർണ്ണമായിട്ടും ബോഡിയെ ലിഫ്റ്റ് ചെയ്യുക, വിരലിൻ്റെ മുകളിൽ ഉയരുക, വിരലിൻ്റെ മുകളിൽ ഉയർത്തുക, കൈകൾ ഉയർത്തുക, കൈകൾ താഴ്ത്തുക. പ്രായമുള്ളവർക്കും ബാധകമാണ്. എന്തെങ്കിലും പ്രയാസമുള്ളവർ പൂർണ്ണമായും ജമ്പിങ് ജാക്സ് ചെയ്യാൻ ശ്രമിക്കരുത്. മറ്റുള്ളവരുടെ കൂടെ കൈകൾ ഉയർത്തുക, പൂർണ്ണമായിട്ട് ഉയർത്തുക. കൈകൾ ഉയർത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക? പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? ബെൻഡിങ് വരാതെ പൂർണ്ണമായിട്ട് ഉയർത്തുക. ഇങ്ങനെ ഉയർത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ജമ്പിങ് ജാക്സിന് 80% ഗുണം കിട്ടി. കാരണം നമ്മൾ കംപ്ലീറ്റ് മസിൽ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതേപോലെ കൈകൾ ഉയർത്തുന്ന സമയത്ത് സ്ട്രെച്ചിങ് കിട്ടുന്നത്. ഡിസ്ക് ബൾജി അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉള്ളവരും ജമ്പിങ് ജാക്സ് ചെയ്യാൻ പാടില്ല, ടോ ജമ്പ് ചെയ്യാൻ പാടില്ല. അതേപോലെ നമ്മുടെ എക്സസൈസ് ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ്ങിനകത്ത് നമ്മൾ 5 എക്സസൈസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. 4 ഒഴിവാക്കിയാൽ മതി. ഒന്ന്, ക്ലാപ്പിംഗ് ഓവർ ഹെഡ് ചെയ്യുമ്പോൾ നമ്മൾ ബെൻഡിങ് പോകുന്നുണ്ട്. ബെൻഡിങ്ങുള്ള എല്ലാ എക്സസൈസും എന്ത് ചെയ്യുക? ബാക്ക് പെയിൻ ഉള്ളവർ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഡിസ്ക് ബൾജി അങ്ങനത്തെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ. ക്ലാപ്പിംഗ് ഓവർ ഹെഡ് അതിൻ്റെ കണ്ടിന്യൂ പൊസിഷൻ, ഫിംഗർ ലോക്ക് ബാക്ക് അതിൻ്റെ കണ്ടിന്യൂ പൊസിഷൻ. സിറ്റപ്പ് വേണമെങ്കിൽ അവർക്ക് ചെയ്യാം, പ്രശ്നമില്ല. സിറ്റപ്പ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സിറ്റപ്പ് ഒഴിവാക്കാം. അങ്ങനെ ആ 5 എന്ത് ചെയ്യുക? പൂർണ്ണമായിട്ടും അവർ ഒഴിവാക്കണം. ഫസ്റ്റിലെ ബോഡി സൈഡ് ബെൻഡും കൂടി അവരെന്ത് ചെയ്യുക? ബോഡി സൈഡ് ബെൻഡില്ലേ ഫസ്റ്റിലെ, അതും അവർ ഒഴിവാക്കുക. ബാക്കിയെല്ലാം എന്ത് ചെയ്യുക? അവർക്ക് ഓക്കെയാണ്. ഫിംഗർ ലോക്ക് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് റിലീവ് കിട്ടും. ഇതേപോലെ ഫിംഗർ ലോക്ക് ചെയ്യാം, ഹാൻഡ്സ് ലോക്ക് ചെയ്യാം. ഫസ്റ്റിലെ ബോഡി സൈഡ് ബെൻഡും കൂടി എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അങ്ങനെ 5 ഐറ്റം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയും കൊണ്ട് എന്ത് ചെയ്യുക? ഡിസ്ക് ബെഞ്ച് പ്രശ്നമുള്ളവർക്ക് ബാക്കി വ്യായാമങ്ങൾ ചെയ്യാം. അപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, റെഡി? ജമ്പിങ് ജാക്സ്, റെഡി, സ്റ്റാർട്ട്. Right turn. Right turn. Right turn.
Next. Angle rotation. Left leg first. Ready, start. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Reverse. That 1. Opposite. 2, 3, 4, 5, 6, 7, 8, 9, 10. Leg change. Ready? Start. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Reverse. Start. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Stop. Knee rotation. Ready? Start. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Reverse. That 1. Opposite. 2, 3, 4, 5, 6, 7, 8, 9, 10. Up. Good. Next. ശ്രദ്ധിക്കേണ്ടേ ഓരോ കൗണ്ടിനും കൂടി സ്റ്റോപ്പേജ് കൊടുക്കുക, കൗണ്ട് ചെയ്യുക, നിർത്തിയിട്ട് പിന്നീട് ചെയ്യുക, കണ്ടിന്യൂ. അപ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന റാ പൊസിഷൻ ആയിരിക്കും കിട്ടുക കേട്ടോ, ഹാഫ് സർക്കിളായിരിക്കും കിട്ടുക, ശ്രദ്ധിക്കുക. നെക്സ്റ്റ്. ഹിപ്പ് റൊട്ടേഷൻ. ലെഫ്റ്റ് സൈഡ്. റെഡി, സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Reverse. That 1. Opposite. 2, 3, 4, 5, 6, 7, 8, 9, 10. Stop. Head rotation. Left side. ശ്രദ്ധിക്കേണ്ടത് വളരെ സ്ലോലിയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. കൂടാതെ കണ്ണടച്ചാൽ ചെയ്യേണ്ടത് ഓപ്ഷണലാണ്. കണ്ണ് തുറന്ന് നിങ്ങൾക്ക് ചെയ്യാം. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ കണ്ണ് തുറക്കാം. കൂടാതെ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ കാലുകൾ എന്ത് ചെയ്യുക, കുറച്ച് നകറ്റി വെക്കുക. എന്നിട്ട് നിങ്ങളെ പ്രയാസം പോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഷൂവിനകത്തുനിന്ന് വിരലുകളൊന്ന് അനക്കി കൊടുത്താൽ മതി. എന്തെങ്കിലും തലക്കറക്കോ അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഷൂവിൻ്റെ അകത്തുനിന്ന് കാലുകളൊന്ന് പതുക്കെ ഇളക്കി കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രയാസത്തെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ റെഡി. ഹെഡ് റൊട്ടേഷൻ. ലെഫ്റ്റ് സൈഡ്. 1 to 5. റെഡി, സ്റ്റാർട്ട്. 1. വളരെ സ്ലോലിയാണ് ചെയ്യേണ്ടത്, സ്പീഡ് കൂട്ടരുത്. 2, 3, 4, 5, 6, up and down. Start. 1, 2, 3, 4, 5. Reverse. Get 1. Opposite. 2, 3,
Up and down. Steady 1, 2, 3, 4, 5. Stop. Good. Next. Breathing and stretching. Body side bends. Steady 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Good. Next. Handing. ശ്രദ്ധിക്കേണ്ട കൈകൾ എന്ത് ചെയ്യുക, ഒരു വി പൊസിഷനിൽ രണ്ട് ഭാഗത്തോട്ടും പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, വലിച്ചു പിടിക്കുക. നെഞ്ചകത്തുള്ള എല്ലാ മസിലുകൾക്കും പൂർണ്ണമായിട്ടും വലിവ് കിട്ടും. അപ്പോൾ കൈകൾ രണ്ട് ഭാഗത്തോട്ടും വലിച്ചു പിടിക്കുക, സ്ട്രൈറ്റ് ആയിട്ട്. എല്ലാം ബാക്കോട്ട് പോകരുത്, ബോഡിയെ സ്ട്രൈറ്റ് ചെയ്ത് നിർത്തുക. ബോഡിയെ സ്ട്രൈറ്റ് ചെയ്ത് നിർത്തണം, ബാക്കോട്ട് പോകരുത്. ബോഡി റെഡി. സ്റ്റെപ്പ് 1, 2, 3, 4, 5, 6, 7, കൈകൾ താത്തുമ്പോൾ സ്പീഡ് കൂട്ടരുത്. നമുക്കൊരു 4 സെക്കൻഡ് സമയമുണ്ട്. ആ സമയം അനുസരിച്ച് താത്തുക. ഒറ്റയടിക്ക് സ്പീഡ് കൂട്ടി താത്തണ്ട. ബ്രീത്ത് നോർമൽ സ്പീഡിൽ കേട്ടോ. 7, 8, 9, 10. Good. Next. Index finger over edge. പൊസിഷനിൽ ശ്രദ്ധിക്കേണ്ട, രണ്ട് മസിലും ചേമ്പ് ടച്ച് ചെയ്തിരിക്കണം. കൈകൾ പൂർണ്ണമായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിക്കണം. ബാറിൽ തൂങ്ങി എങ്ങനെ ഉണ്ടാവും, മൊത്തം ബോഡി വെയിറ്റ് കൈക്കുള്ളിൽ വരുന്നത്. അതേപോലെ പൂർണ്ണമായിട്ട് കൈ വലിച്ചു പിടിക്കുക. രണ്ട് മസിലും ചേമ്പ് ടച്ച് ചെയ്യുക. 2-3 സെക്കൻഡ് ബ്രീത്ത് എടുക്കാൻ സമയമുണ്ട്. ആ സമയത്ത് കൈ പൂർണ്ണമായിട്ട് മുകളിലോട്ട് വലിക്കുക. നിങ്ങൾ ആൾറെഡി ബ്രീത്ത് എടുത്തിട്ടുണ്ട്, വീണ്ടും എന്ത് ചെയ്യുക, പൊസിഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും വയറുള്ളിലോട്ട് വലിഞ്ഞിരിക്കും. അങ്ങനെ ചെയ്യാം. റെഡി. സ്റ്റെപ്പ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Good. Next. Finger lock over edge. സെയിം പൊസിഷനാണ്. കൈൻ്റെ മസിൽ ചെയ്യുമ്പോൾ ടച്ച് ചെയ്യാൻ ശ്രമിപ്പിക്കുക. കൈകൾ പൂർണ്ണമായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിക്കുക. വയറ് പൂർണ്ണമായിട്ട് ഉള്ളിലോട്ട് വലിപ്പിക്കുക. റെഡി. സ്റ്റെപ്പ് 1, 2, 3, 4, 5, 6,
8. 9. 10. Good. Next. Hands lock over edge. കൈ തിരിച്ചു വരുമ്പോൾ വയറിൻ്റെ മുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്യട്ടോ. കൈ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത്. റെഡി? സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. നെക്സ്റ്റ്. പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? ക്ലാപ്പ് ചെയ്തതിനു ശേഷം കൈ പൂർണ്ണമായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിക്കുക. രണ്ട് മസിലും ചെയ്യുമ്പോൾ ടച്ച് ചെയ്തിരിക്കണം. കൈ പൂർണ്ണമായിട്ട് മുകളിലോട്ട് വലിക്കുക. ബ്രീത്ത് ആൾറെഡി എടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്? കൈകൾ മുകളിലോട്ട് വലിക്കുമ്പം പൂർണ്ണമായിട്ടും വയറ് മുകളിലോട്ട് വലിയും. അപ്പോൾ ആ പൊസിഷനിലോട്ട് വരിക. നമുക്ക് 3 സെക്കൻഡ് വരെ സമയമുണ്ട്. റെഡി? സ്റ്റാർട്ട്. 1 up 2 up 3 up 4 up 5 up 5 up. Good. 6 up 7 up 8 up 9 up 10 up. Good. Next. Continue position. ഈ പൊസിഷനിലും നിങ്ങൾ ചെയ്തപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ക്ലാപ്പ് ചെയ്തിട്ട് കൈ മുകളിലോട്ട് വലിച്ചു പിടിക്കുക. താഴ്ന്നെടുക്കുന്ന ബ്രീത്ത് രണ്ടാമത്തെ പൊസിഷനിൽ ഔട്ട് ചെയ്യുമ്പോൾ കൈകൾ വിരലിൻ്റെ മുകളിൽ, ഈ 4 വിരലും വയറിൻ്റെ മുകളിലായിരിക്കണം. ബാക്ക് പിടിക്കരുത്. 4 വിരലും ഈ പൊസിഷനിൽ ബ്രീത്ത് ഇവിടെ ഹോൾഡ് ചെയ്യുക. ഹെഡ് തിരിച്ചു വരുമ്പോൾ മാത്രമാണ് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത് കേട്ടോ. റെഡി? സ്റ്റാർട്ട്. 1 up 2 up 3 up 4 up
9. Up. 10. Up. Good. Next. Finger lock back. 1. Up. 2. Up. 3. Up. 4. Up. 5. Up. ശ്രദ്ധിക്കേണ്ട, ബ്രീത്ത് എടുക്കുന്ന സമയത്ത് വല്ലാതെ നമ്മൾ സ്ട്രോങ് ആക്കി വലിക്കണ്ട. നോർമൽ പൊസിഷനിൽ കൈ താത്തിയാൽ മതി കേട്ടോ. ബോഡി ഇളകാൻ പാടില്ല. ബോഡി ആസിറ്റീസ് കീപ്പ് ചെയ്തും കൊണ്ട് എന്ത് ചെയ്യാം. കണ്ടിന്യൂ. 6. Up. 7. Up. 8. Up. 9. Up. 10. Up. Good. Next. Continue position. കണ്ടിന്യൂ പൊസിഷനിൽ നമ്മൾ ഫിംഗർ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഫിംഗർ ലോക്ക് എന്ത് ചെയ്യുക, ഹിപ്പിൻ്റെ ഭാഗത്ത് നിന്ന്, സാധ്യമല്ലാത്തവർക്ക് ഹിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഓപ്പൺ ചെയ്യാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ലോക്ക് വീണ്ടും താഴെ നിന്ന് പിടിക്കുക. ആ ലോക്ക് താഴേക്ക് വലിച്ചും കൊണ്ട് താഴോട്ട് പോകാൻ ശ്രമിക്കുക. ലോക്ക് പിടിച്ചും കൊണ്ട് നിങ്ങൾക്ക് എത്ര താഴോട്ട് പോകാൻ പറ്റുന്നത് ആ പൊസിഷനിലോട്ട് എന്ത് ചെയ്യുക, പതുക്കെ ലോക്കോട് കൂടി മുന്നോട്ട് ബോഡി ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ബോഡി ബെൻഡിങ്ങാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആ പൊസിഷൻ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ലോക്ക് അഴിക്കാതെ ബോഡിയെ മാക്സിമം ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പ്രായമുള്ളവർ ബുദ്ധിമുട്ടരുത്, നിങ്ങൾക്ക് ഏത് പൊസിഷൻ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. Start 1. Up. 2. Up. 3. Up. 4. Up. 5. Up. 6. Up. 7. Up. 8. Up. 9. Up. 10. Up. Good. Next. Sit up. ബ്രീത്ത് എടുക്കുന്ന സമയത്ത് കൈകൾ ഷോൾഡർ ലെവലിൽ നിന്ന് കുറച്ചും കൂടി എന്ത് ചെയ്യുക, ഉയർത്തിക്കൊണ്ട് ബ്രീത്ത് എടുക്കുക. പൂർണ്ണമായും ബോഡി വെയിറ്റ് എന്ത് ചെയ്യുക, കാലിൻ്റെ വിരലിൻ്റെ മുകളിൽ. ആ കാലിൻ്റെ എല്ലാവർക്കും പ്രായഭേദ്യമിന് എല്ലാവരും എന്ത് ചെയ്യണം, ആ പൊങ്ങുക. ബാക്കി പ്രായമുള്ളവർക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിൽ ബ്രീത്ത് ഔട്ട് ചെയ്യാം. അതിൻ്റെ സെക്കൻഡ് പൊസിഷൻ നേരെ പോവുക. ഈ പൊസിഷനിൽ വേണമെങ്കിൽ ബ്രീത്ത് ഔട്ട് ചെയ്യാം. കാല് പൂർണ്ണമായും ഫ്ലാറ്റ് ചെയ്യുക. ഇവിടുന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക. പൂർണ്ണമായും മുന്നോട്ടാണ് നോക്കേണ്ടത്, താഴോട്ട് നോക്കരുത്. കൈകൾ മുന്നോട്ട് വലിച്ചു പിടിക്കുക. മുട്ടിൻ്റെ മുകളിൽ കൈ ടച്ച് ചെയ്തില്ല എന്ന് ഉറപ്പ് വരുത്തുക. ബ്രീത്ത് ഇവിടുന്ന് ഔട്ട് ചെയ്തു. അപ്പ് പൊങ്ങുക. പ്രായമുള്ളവർ, എന്തെങ്കിലും പ്രയാസമുള്ളവർ നിർബന്ധമില്ല, നിങ്ങൾക്ക് ഏത് പൊസിഷൻ വേണമെങ്കിലും ചെയ്യാം. ശ്രദ്ധിക്കുക കേട്ടോ. മെക്സവനിൽ നിങ്ങൾക്ക് ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രമേ ഒരു വ്യായാമത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ. മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഒന്നാണെങ്കിൽ ഒന്ന് ചെയ്യാൻ, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യാൻ പാടില്ല, നിന്നാൽ മതി. റെഡി. സ്റ്റാർട്ട് 1. Up. 2.
Up. 4. Up. 5. Up. 6. Up. 7. Up. 8. Up. 9. Up. 10. Up. Good. Very good. Next. Pull push. Ready? Step 1. 2. 3. 4. 5. 6. 7. 8. 9. 10. Good. Next. Acupressure. ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, വിരലിൻ്റെ ഈ അറ്റം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ, വിരലിൻ്റെ അറ്റങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. പെർഫെക്റ്റായി ചെയ്യാൻ ശ്രമിക്കുക. ശ്വാസം പിടിച്ച് വെക്കേണ്ട ആവശ്യമില്ല, വയറുള്ളിലോട്ട് വലിച്ചാൽ മതി. റെഡി? അക്യുപ്രഷർ. റെഡി? സ്റ്റാർട്ട്. 1. ബോഡി സ്ട്രൈറ്റ് ചെയ്യുക, മുന്നോട്ട് നോക്കുക. ബോഡി സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കുക, മുന്നോട്ടാണ് നോക്കേണ്ടത്. വയറിൻ്റെ 2 ഭാഗവും നന്നായിട്ട് എന്ത് ചെയ്യുക, ഞെക്കിപ്പ് ചെയ്യുക. സെക്കൻഡ്. സെൻറ്റർ. Again side. Second. Center. Three. Again side. വയറ് പൂർണ്ണമായിട്ടും ഉള്ളോട്ട് വലിച്ചു പിടിക്കുക. Second. Center. Stop. Good. കൈയൊന്ന് ഇളക്കിയിട്ടേക്കിട്ടോ. നെക്സ്റ്റ്. വൈബ്രേറ്റ് ആബ്ഡം. വയറ് ഇളക്കിട്ടോ, അടിവയർ. ഇളക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, ബ്രീത്ത് എടുക്കുക. മൂക്ക് കൂടെ ബ്രീത്ത് എടുക്കുക, വായ വഴി തുറന്നു വിടുക. ആ സമയത്ത് നിങ്ങൾക്ക് വയറിളകും. വയറിളകുന്നവർ വേറെ പ്രത്യേകിച്ച് ആക്ഷൻസ് ഒന്നുമില്ല, വയറ് മാത്രം ഇളക്കിയാൽ മതി, ബ്രീത്ത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. റെഡി? വൈബ്രേറ്റ് ആബ്ഡം. റെഡി? സ്റ്റാർട്ട്. Stop. Good. Next. Toe jump. 125 ടൈം. ടോ ജമ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ബോഡിയുടെ വെയിറ്റ് പൂർണ്ണമായിട്ടും കാലിൻ്റെ വിരലിൻ്റെ മുകളിൽ മാത്രമായിരിക്കണം. ഹീല് മടമ്പ് ഒരിക്കൽ പോലും ടച്ച് ചെയ്യാൻ പാടില്ല. മടമ്പ് ടച്ച് ചെയ്താൽ മുട്ടിനും പ്രശ്നം വരും. അപ്പോൾ ഇല്ല, പൂർണ്ണമായും ബോഡി വെയിറ്റ് വിരലിൻ്റെ മുകളിൽ മാത്രമായിട്ട് എടുക്കുക. കൈകൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും 4 വിരലും കൈവെള്ളം ടച്ച് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. ഓരോ ജമ്പിൻ്റെ കൂടെയും കൈകൾ പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യുക. 5ാമത്തെ വിരൽ തമ്പ് തള്ളവിരൽ അതിൻ്റെ മുകളിൽ ലോക്ക് ഇടുക. അപ്പം വിരൽ ടച്ച് ചെയ്തിട്ടുണ്ടാവും. പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക, പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്യുക. വളരെ എഫക്റ്റീവാണ്, ബെനിഫിഷ്യലാണ്. ചെയ്യുന്നത് പെർഫെക്റ്റായി ചെയ്യാൻ ശ്രമിക്കുക. ഭൂമിയിൽ നിന്ന് 2 ഇഞ്ച് പൊങ്ങാൻ ശ്രമിക്കുക.
എന്തെങ്കിലും പ്രയാസമുള്ളവർ മുട്ടുവേദന അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉള്ളവർ ജമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സൗകര്യം എന്ത് ചെയ്യുക, കൈകൾ ഇതേപോലെ ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി. ആ സമയത്ത് എന്ത് ചെയ്യുക, വിരലിൻ്റെ മുകളിൽ പൊങ്ങിയാൽ മതി. ജമ്പ് ചെയ്യണമെന്നില്ല. എന്തെങ്കിലും പ്രയാസമുള്ള ജമ്പ് ചെയ്യണമെന്നില്ല കേട്ടോ. റെഡി, ടോ ജമ്പ് 125 ടൈം. റെഡി, സ്റ്റാർട്ട്. Right on. Right on. Right on. Right on. Stop. Relax. Good. Next, meditation. 6 നമ്മൾ ചെയ്ത ഇത്രയും വ്യായാമങ്ങളൊക്കെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്ത്. മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് ബ്രെയിൻ ടെസ്റ്റാണ്. ബ്രെയിൻ്റെ കണക്ടിവിറ്റി, കമ്മ്യൂണിക്കേഷൻ പവർ കറക്റ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. 1-2 മാസം കണ്ടിന്യൂ ചെയ്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ബ്രെയിനിൻ്റെ അകത്ത് അതിൻ്റെ ന്യൂറോൺ സിസ്റ്റം നന്നായിട്ട് എന്ത് ചെയ്യും, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ ഏത് പ്രായം ഉണ്ടെങ്കിലും അൾസിമേഴ്സ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ഭയാനകമായിട്ടുള്ള അസുഖമാണ് മറവി രോഗം. പ്രായം കൂടുന്തോറും വരാൻ സാധ്യതയുള്ള വലിയൊരു അസുഖമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെഡിറ്റേഷൻ വഴി നമുക്കതൊക്കെ എന്ത് ചെയ്യാം, സാധ്യതകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ശരീരത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. പെർഫെക്റ്റായി ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കൗണ്ട് ചെയ്യുന്ന കൗണ്ടിങ് നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്നിടത്താണ് 100% മനസ്സ് വേണ്ടത്. 60 കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 60 ഇമേജ് കണ്ണ് കാണുക. 59, 58, 57 നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ കൗണ്ട് ചെയ്യാം. പക്ഷേ കൗണ്ടിങ്ങിലാണ് 100% കൗണ്ടിങ്ങിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധ വേണ്ടത്. റെഡി, മെഡിറ്റേഷൻ 60 to 1, reverse count. Ready, start. Good. Next, face massage. Dry ആയിരിക്കണം. Face massage. Ready, start. 1, seconds. Good. 2, seconds.
seconds. Very good. Next. Clapping. Ready? Clapping. Ready? Start 1, 2, 3, 4, 5, 5, 5. താങ്ക് യു ആൾ. വെൽ ഡൺ. വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാ ലീഡേഴ്സും കോർഡിനേറ്റേഴ്സും ഒക്കെ അതിൻ്റെ പങ്കാളികളാണ്. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കണം. താങ്ക് യു.